കൊല്ലം ജില്ലയിൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന കല്യാണ ബിരിയാണി കണ്ടില്ലേ മക്കളെ. ഇവിടുത്തെ തിരക്കാണ്. ബില്ലടിക്കുന്ന കൗണ്ടറിന് ചുറ്റും ആളാണ്. ഇതിന് പുറത്തും ആ കയറി വരുന്ന വാതിലിന്റെ അവിടെയൊക്കെ ആൾക്കാരാണ്. തുടങ്ങി കുറച്ച് നാൾ കൊണ്ട് തന്നെ രുചിയുടെ കാര്യത്തിൽ നമ്പർ 1 ആയി മാറിയ ഒരു ഹോട്ടൽ. എനിക്ക് കല്യാണ ബിരിയാണിയാണ് ഇഷ്ടം. പിന്നെ ഇവിടുത്തെ രാവിലത്തെ പഴഞ്ചോറ് അടിപൊളിയാണ്. നല്ല സെറ്റ് ഫുഡാണ്. എല്ലാം നല്ലതാണ്. ബിരിയാണി എങ്ങനെയുണ്ട്? ഇതിൽ ഊണൊക്കെ കഴിച്ചു തീർന്നിട്ടാണ് ഞാൻ ഈ കപ്പയും മീൻകറിയും വാങ്ങിച്ചത്. മീൻ മുട്ട, ചട്ടിച്ചോറ് എന്തായിരുന്നു പഴഞ്ചോറും കല്യാണ ബിരിയാണി ഓർഡർ ചെയ്തത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഉള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ഒരാളെ കൊണ്ട് പഴകുന്ന എന്തായാലും ഒറ്റ കഴിച്ച് തീർക്കാൻ പറ്റത്തില്ല. മോക്ക് ഇഷ്ടപ്പെട്ടാ? കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കും ഞാൻ ഏതോ റിസോർട്ടിലോ വേറെ വല്ല സ്ഥലത്തോ. പക്ഷേ ഇത് റിസോർട്ടൊന്നുമല്ല, പരവൂരിൽ തന്നെ ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട്. അതായത് കല്യാണ ബിരിയാണി, ചട്ടി ബിരിയാണി, ചട്ടിച്ചോറ്, പഴഞ്ചോറ് എല്ലാം കിട്ടുന്ന ഒരു ക്ലാസിക് റെസ്റ്റോറൻറ്റ് നമ്മുടെ കപ്പിത്താൻസ് പരവൂർ. അത് നമുക്ക് ഇവിടുത്തെ കാഴ്ചയും വിശേഷം നോക്കുന്നതാണ്. ഇവിടുത്തെ ഒരു ആംബിയൻസ് എടുത്തു പറയേണ്ട കാര്യമാണ്. നമുക്ക് ഫാമിലിക്കൊക്കെ വന്നിരുന്ന് കഴിക്കാൻ പറ്റിയ ഇങ്ങനത്തെ ഒരു സ്പോട്ട് പരവൂര് ആദ്യമായി. നമുക്ക് ഈ ചേട്ടൻ്റെ അടുത്തൊന്ന് ചോദിക്കും. ഫുഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത്. ഇപ്പോഴത്തെ ഒരു ഇത് ചാനലിലൊക്കെ കണ്ടു, ഭയങ്കര അഭിപ്രായം കണ്ടുകൊണ്ട് ആദ്യമായിട്ട് വന്ന് വാങ്ങിക്കുകയാണ്. സാധാ ഊണാണ് വാങ്ങുന്നത്. കഴിച്ചിട്ട് നമ്മുടെ വീഡിയോയിൽ തീർച്ചയായും ആംബിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ആംബിയൻസ് കൊള്ളാം, അടിപൊളി ആംബിയൻസ് ആണ്. പരവൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻറ്റ് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. നല്ല കസ്റ്റമറും ഉണ്ട്. കസ്റ്റമർ സർവീസ് എങ്ങനെയുണ്ട്? കസ്റ്റമർ സർവീസ് ബെറ്ററാണ്. താങ്ക് യു. ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു റെസ്റ്റോറൻ്റാണ് നമ്മുടെ കപ്പിത്താൻസ് കഫേ. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് അവർ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. കണ്ടില്ലേ, നമ്മൾ കപ്പിത്താൻസിൽ ബിരിയാണി കഴിക്കാൻ വന്നതാണ്. ഇപ്പോൾ ഫ്രണ്ടിലൊക്കെ നല്ല തിരക്ക്, ആൾക്കാരൊക്കെ വെയിറ്റിങ്ങിലാണ്. നമ്മൾ കഴിക്കാൻ വന്നിരിക്കുന്നത് വെച്ചാൽ കല്യാണ ബിരിയാണിയാണ്. കല്യാണ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമ്മുടെ പരവൂര് കപ്പിത്താൻസിൽ ബിരിയാണി കിട്ടും എന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് കല്യാണ ബിരിയാണി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. സാധനം വരുമ്പം ഒരു പൊടി കുടിക്കാം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചാരി കസേരയുണ്ട്. ഇത് ഞാൻ വേറെ അങ്ങും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നും. അപ്പോൾ നമ്മൾ ബിരിയാണിക്കാണ് കാത്തിരുന്നത്. സംഭവം ബിരിയാണി പെട്ടെന്ന് കഴിഞ്ഞു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ബിരിയാണി പെട്ടെന്ന് കഴിഞ്ഞു. ഞാൻ ഒരുപാട് മോഹിച്ച് വന്നതാണ് ബിരിയാണി കഴിക്കാൻ. അതും കല്യാണ ബിരിയാണി. വിഷമിക്കേണ്ട, നല്ലൊരു നാടൻ ഊണ് കിട്ടിയിട്ടുണ്ട്. അതും വാഴയിലയിലാണ്. ഇത്രയും കറികളൊക്കെ ഉണ്ട്. കക്ക ഇറച്ചി സ്പെഷ്യലാണ്. കണ്ടില്ലേ, കത്തോരൻ കണ്ടിട്ട് എന്തോ ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ. കക്ക ഇറച്ചി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ. കക്കയിറച്ചിയുടെ സവാളയും അപ്പം അതും കൂട്ടി നമ്മുടെ ഊണ്. നമ്മൾ ഷൂട്ടിങ് കഴിഞ്ഞ് നല്ല വിശന്നിരിക്കുകയാണ്. ഇനി വേറെ പറച്ചിലൊന്നുമില്ല. ഇനി നമുക്കിത് കഴിച്ച് ഫിനിഷ് ചെയ്തിട്ട് കാണാം. പിന്നെ വരുന്നവർ ഞാൻ ഇവിടുത്തെ ഒരു കോൺടാക്ട് നമ്പർ കൂടെ കൊടുത്തേക്കാം. സൺഡേയിലൊക്കെ തിരക്കുണ്ടാവും. ആ സമയത്ത് അവർ നമ്പറിലൊന്ന് വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റ് അവൈലബിൾ ആണ്, അതെങ്കിൽ ഫുഡ് ഇവിടെ ഉണ്ടോ ഇല്ല എന്നൊക്കെ കാര്യങ്ങൾ തിരക്കിട്ട് വരുന്നത് കുറച്ചുകൂടി നല്ലത്. പിന്നെ പാഴ്സൽ ആവശ്യമുള്ളവർക്ക് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കും അല്ലേ. നിങ്ങൾ ഇതുവഴി പോകുമ്പോൾ കളക്ട് ചെയ്തുകൊണ്ട് പോവാം, ടൈമിൽ ലാഭിക്കാം അല്ലേ. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. രണ്ടാമത് കുറച്ച് കപ്പയും മീൻകറിയും കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൂടെ ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. മീൻകറി എങ്ങനെയുണ്ട്? അടിപൊളി കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സാധാ മീൻകറി ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ മീൻകറിയും കൂടെ ഈ കപ്പയും മുളകിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടോ മീൻകറിയിൽ? ഉണ്ടോ മുളകിന്റെ? അടിപൊളി ടേസ്റ്റ്. കിടുകാച്ചി മക്കളെ, കിടുകാച്ചി. ഇതിൽ ഊണൊക്കെ കഴിച്ചു തീർന്നിട്ടാണ് ഞാൻ ഈ കപ്പയും മീൻകറിയും വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ പൊരിച്ച മീനും കൂടി ഉണ്ട്. അപ്പോഴത്തേക്ക് കോംബോ ഫില്ലായി. ഇനി പൊരിച്ച മീനും കക്കയും കിഴങ്ങും മൂന്നും കൂടി കൂട്ടി ഒരു പൊടി. കൂട്ടത്തിന് ഇച്ചിരി ഭംഗിക്ക് ഇച്ചിരി സവാള. മീൻ നല്ല ഫ്രഷാണ് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ചേർത്തൊരു പൊടി. വെറൈറ്റി ഒരു ടേസ്റ്റ് കേട്ടോ. എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിച്ചപ്പം ഇടയ്ക്ക് ആ സവാളയും കൂടി കടിക്കാൻ കിട്ടുന്ന പുളി. മീൻകറിയും കപ്പയും ഏറ്റവും ബെസ്റ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ. പിന്നെ എടുത്തു പറയേണ്ട, നമുക്ക് കാറ്റൊക്കെ കൊണ്ട് ഓപ്പൺ എയറിൽ ഇങ്ങനെ ഇരുന്ന് നമ്മുടെ പരവൂരിൻ്റെ ഒറ്റ നടുക്ക്
ഫുഡ് കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലേസ്. മീൻ മുട്ട രാവിലെ ഇപ്പോൾ ഇവിടുത്തെ ഒരു പുതിയ വെറൈറ്റി അറിയാം. എന്ന് വെച്ചാൽ നമ്മളെ പണ്ട് നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ കൊണ്ടുപോയ ആ ഒരു പൊതിച്ചോറ് ഓർമ്മയില്ലേ? അതല്ലേ ഹൈലൈറ്റ്. വാഴയിലയിൽ. അപ്പോൾ ആ ഒരു സാധനം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. പൊതിച്ചോറ് പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ആവശ്യമെങ്കിൽ പൊതിച്ചോറ് ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. നിങ്ങളൊരു യാത്രയിലൊക്കെ പോകാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ച സമയത്തൊക്കെ ഇവിടെ വന്ന് ആ പൊതിച്ചോറ് വാങ്ങിച്ച് നിങ്ങൾക്ക് അങ്ങ് പോവാം. അത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. നല്ല ഫുഡാണ്. ഫുഡ് മസ്റ്റ് ട്രൈ ആണ് കപ്പിത്താൻസിൽ. അല്ലേ, നമുക്ക് ഈ പരവൂരിൻ്റെ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടിരുന്ന് ഫുഡ് കഴിക്കുക, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത, എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയും കാഴ്ചയും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണും വരെ വണക്കം. സൈനിങ് ഓഫ്, സുകേഷ് സുകുമാരൻ.